എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പനീർ ചില്ലിയാണ്. അപ്പോൾ അതിനാദ്യം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു, നീളത്തിൽ അരിഞ്ഞത്. പിന്നെ കറിവേപ്പില, പിന്നെ കാന്താരിമുളകാണ്, ഒരു 5 കാന്താരിമുളക് അത് മുറിച്ചത് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് മുറിച്ച് വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതുരനാക്കി നുറുക്കി വെച്ചിരിക്കുന്ന 2 സവാള, വലിപ്പമുള്ള സവാളയാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് വഴഞ്ഞ് വരാനായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അത് വഴഞ്ഞ് വരാനായിട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാടി വരട്ടെ, നല്ലോണം ബ്രൗൺ കളർ ആവണ്ട. സവാള വാടി വന്നു. നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് എരിവിനുള്ള കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പനീർ ടൊമാറ്റോ ചില്ലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് സോയാ സോസ്, ഒരു 1/4 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇതുകൊണ്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തു. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 2 തക്കാളി ചതുരൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ തക്കാളി ഒന്ന് വാടി വരട്ടെ. നല്ലോണം വാടണ്ട, ഒന്ന് പകുതി വാടിയാൽ മതി. നമ്മുടെ തക്കാളി വാടി വരുന്നുണ്ട്, അതൊന്ന് പകുതി വാടിയാൽ മതി. അപ്പോൾ നമുക്ക് അതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ തക്കാളിയും കൂടിയിട്ടുള്ള ചില്ലി നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ കഴിക്കാം. അങ്ങനെ തക്കാളിയും വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പനീർ തക്കാളിയുടെ ചില്ലിക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 200 ഗ്രാം പനീറാണ് ഇട്ട് കൊടുക്കുന്നത്. 200 ഗ്രാം പനീർ ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടിൽ കിടന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം നമ്മളൊന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ച് വയ്ക്കുക ചെറുതീയിൽ ഒരു 2 മിനിറ്റ് നേരം. അപ്പോൾ പനീറൊക്കെ ഒന്ന് വെന്ത പനീറാണ്, നമ്മൾ വേവിച്ചെടുക്കേണ്ടതാണ്, പാല് കാച്ചിട്ടുണ്ടാക്കേണ്ടതാണല്ലോ. അപ്പോൾ നമ്മളൊക്കെ ഇതൊന്ന് അടച്ച് വയ്ക്കുക. അങ്ങനെ നമ്മളുടെ പനീർ തക്കാളിയും കൂടിയിട്ടുള്ള ചില്ലി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കണ്ട ഇതിൽ ചെരി പോലും ചാറ് ഒന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഇതേപോലെ പനീറും തക്കാളിയും കൂടിയിട്ടുള്ള ചില്ലി സോസ്. സാധാരണ ചില്ലി പനീർ ചില്ലിയിൽ നമ്മൾ തക്കാളി ഇടില്ല, ക്യാപ്സിക്കം സവാളയാണ് ഇടുക. ഞാൻ ഇതിൻ്റെ പകരം തക്കാളി സവാള. അപ്പോൾ പനീർ ചില്ലി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഉപയോഗിക്കാം. നല്ല രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.